സ്വപ്നത്തിൽ സഹോദരൻ ഉരുള ചോദിച്ചത് ബലിച്ചോറ് തന്നെ ആവാമെന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. പക്ഷെ പ്രശ്നവശാൽ കാണുന്നത് ആളിപ്പോഴും ആയുസോടെ ഉണ്ടെന്ന് തന്നെയാണ്. എന്നുവെച്ചാൽ ഗ്രഹനില പ്രകാരം ആളിന് മൃത്യു സംഭവിച്ചിട്ടില്ല എന്ന് സാരം. അപ്പൊ ജോത്സര് പറഞ്ഞതുപോലെ മാധവന്റെ ബലികർമ്മങ്ങൾ ഉടനെ നടത്താം. ഉവ്വ് അതിനി ഒരു അമാന്തവും വേണ്ട. അത് കഴിയുമ്പോ സുകുമാരി അമ്മയുടെ സഹോദരൻ താനേ ഇങ്ങ് തിരിച്ചെത്തിയേക്കും. തമ്പിയേട്ടാ, ഹലോ, എന്താ ഇത്ര സീരിയസ് ആയിട്ട് ഒരു ആലോചന? ഒന്നുമില്ല. അത് വെറുതെ. ഇന്ന് രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു, തമ്പിയേട്ടൻ ആകെ ഡിസ്റ്റർബ്ഡാ. എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിനെ അലട്ടുന്നുണ്ട്. എന്താ പ്രശ്നം? ഒന്നുമില്ലെന്നേ. ഒക്കെ നിനക്ക് വെറുതെ തോന്നുന്ന. ഒന്നുമല്ല, എന്നോട് ഒളിക്കാൻ നോക്കണ്ട. ഇനി കാര്യം ഞാൻ അറിയാൻ പാടില്ലാത്തതാണെങ്കിൽ അത് പറഞ്ഞാ മതി, ഞാൻ ചോദിക്കില്ല. കാര്യം ഞാൻ പറയട്ടെ. മാധവേട്ടന് ബലിയിടാൻ ഞാനും സന്ദീപിന്റെ കൂടെ പോകുന്നതില് തമ്പിയേട്ടന് വിഷമമുണ്ടോ? താൻ പോകുന്നതിൽ എനിക്ക് ഒരു വിരോധമില്ല. എത്രയൊക്കെ ആയാലും ജീവിതത്തിലെ ആദ്യത്തെ പുരുഷനെ ഒരു സ്ത്രീയും മറക്കില്ലല്ലോ. ശരിയാ, മാധവേട്ടനെ ഒരിക്കലും ഞാൻ മറന്നിട്ടില്ല, മറക്കാൻ കഴിയേയില്ല. പക്ഷെ അതിനർത്ഥം തമ്പിയേട്ടന്റെ ഫീലിങ്സിനെ ഞാൻ അവഗണിക്കുന്നു എന്നല്ല. ഇനിയിപ്പൊ ഞാൻ സന്ദീപിനൊപ്പം ബലിയിടാൻ പോകുന്നതില് തമ്പിയേട്ടന് എന്തെങ്കിലും അതൃപ്തി ഉണ്ടെങ്കിൽ ഞാൻ യാത്ര ഒഴിവാക്കാം. അതുപോരെ? താൻ പറഞ്ഞത് ശരിയാ ശ്രീകളെ. ഇന്ന് രാവിലെ മുതല് മനസ്സിലെന്തൊക്കെയോ അശുഭ ചിന്തകള്, അരുതാത്ത എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നൊരു തോന്നൽ. അതാ ഞാൻ ആകെ അപ്സെറ്റ് ആയത്. അച്ഛൻ്റെ ശ്രാദ്ധ നാളെ കടപ്പുറത്ത് ബലിതർപ്പണം ഉണ്ടാവും. മോളെ, ഇത് കുടിക്കേ. എന്താ മോളെ ആലോചിക്കുന്നേ? സന്ദീപിന്റെ അച്ഛന്റെ ബലികർമ്മത്തിന് മോളും കൂടി ചെല്ലണമെന്നാണോ? അതിനെന്താ കുഴപ്പം? അത് മോളുടെ അവകാശമല്ലേ ദേവൂട്ടി? മോള് ചെല്ലുന്നത് ശ്രീകലാമ്മയ്ക്ക് ഇഷ്ടാവില്ലെന്നാണോ? അതൊന്നും മോള് കാര്യാക്കണ്ട. അവരുടെ ഇഷ്ടക്കേടും ഒക്കെ അവരുടെ മനസ്സിലിരിക്കട്ടെ. അതെ, സന്ദീപും സുകുമാരിയമ്മയും പറയുന്നത് പോലെ കാര്യങ്ങൾ നടക്കും. ഒപ്പം ചെല്ലണമെന്ന് സന്ദീപ് പറഞ്ഞ സ്ഥിതിക്ക് മോള് അവരുടെ ഒപ്പം ബലികർമ്മത്തിന് പോവുക തന്നെ വേണം. ഇല്ല, ബലികർമ്മത്തിനായി ദേവൂട്ടി ആ വീട് വിട്ട് പുറത്തു പോകാൻ പാടില്ല. അവൾ അവരോടൊപ്പം ബലികർമ്മത്തിന് കടൽ തീരത്തെത്തിയാൽ ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കില്ല. അതുകൊണ്ട് തന്നെ ആ കർമ്മത്തിന് അവളുടെ സാന്നിധ്യം ഉണ്ടാകാൻ പാടില്ല. ഘോരയുടെ വഴിയിൽ നീ നോക്കണ്ട മായാജാലക്കാരി. അവളുടെ ഒരു കാര്യങ്ങളും നിനക്കിനി ആ കണ്ണിൽ തെളിയില്ല. എന്റെ സുരാരി ബന്ധനത്തിനകത്തുള്ള ഒന്നും നീ അറിയില്ല മായാജാലക്കാരി.